2016 പിണറായി വിജയന്റെ സർക്കാർ അധികാരമേറ്റെടുത്തതു മുതൽ അരങ്ങേറിയത് ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തരം അഴിമതികളായിരുന്നു. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു ഭരണകൂടത്തിന് സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് ഇങ്ങനെ ധൂർത്തടിക്കാനും അഴിമതി നടത്താനും തോന്നുന്നത് എന്ന് ആരും അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രയേറെ ആഴത്തിലുള്ളതായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഓരോ അഴിമതികളും. അതിലൊന്നായിരുന്നു AI ക്യാമറ. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും രമേശ് ചെന്നിത്തലയുടെ കണ്ണുകൾ പിണറായി വിജയന്റെ സർക്കാരിന് പിന്നാലെ ഉണ്ടായിരുന്നു. പിണറായി സർക്കാരിനെതിരെയുള്ള അഴിമതി പോരാട്ടങ്ങൾ ചെന്നിത്തല അവസാനിപ്പിച്ചതേയില്ല. ഇതിൻ്റെ തെളിവാണ് 2023 രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവന്ന AI ക്യാമറ പദ്ധതിയിലെ അഴിമതികൾ. രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഒരു അഴിമതിയെക്കുറിച്ച് വിവരം കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്നിടത്തോളം രേഖകൾ സംഘടിപ്പിക്കും. പിന്നീട് കമ്പക്കെട്ടിന് തിരികൊടുത്തതുപോലെ ആദ്യം ഒരു സൂചന പുറത്തുവിടും. മറുഭാഗത്തുള്ളവർ എതിർക്കുന്നതിനനുസരിച്ച് അതിനെ ഖണ്ഡിക്കുന്ന തെളിവുകൾ ഓരോന്നോരോന്നായി അദ്ദേഹം പുറത്തുവിടും. ഇതോടെ എതിരാളികൾക്ക് മറ്റു വഴികളില്ലാതെയാകും. AI ക്യാമറ ഇടപാടിലും ചെന്നിത്തല ഇതേ ശൈലിയാണ് സ്വീകരിച്ചത്. തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പിണറായി സർക്കാർ പകച്ചുനിന്നു. സർക്കാരിന് ഉത്തരം മുട്ടി. പിണറായി സർക്കാരും പദ്ധതിയുടെ നടത്തിപ്പുകാരായ കെൽട്രോണും പരമരഹസ്യമാക്കി വെച്ചിരുന്ന രേഖകളിൽ പലതും ചെന്നിത്തലയുടെ കയ്യിലെത്തി. അതെല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. AI ക്യാമറ പദ്ധതിയിൽ നടത്തിയ ക്രമക്കേടുകളിൽ പലതും സർക്കാരിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. പാൻറ്റിട്ടിട്ട് അതിനു മുകളിൽ ഷഡ്ഡി ഇടുന്നത് പോലെയാണ് പിണറായി സർക്കാരിൻ്റെ പല പരിഷ്കാരങ്ങളും. ഉദാഹരണത്തിന്, റോഡുകളെല്ലാം കുളമായി കിടക്കുമ്പോഴും ക്യാമറ സ്ഥാപിക്കാനും ജനങ്ങളെ പിഴിയാനുമായിരുന്നു സർക്കാരിൻ്റെ താല്പര്യം. പിണറായി സർക്കാരിൻ്റെ ഓരോ പരിഷ്കാരങ്ങളും എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും പലതും ശുദ്ധ മണ്ടത്തരങ്ങളായിരുന്നു എന്ന്. ട്രാഫിക് ലംഘനങ്ങൾ പിടികൂടി പിഴ ചുമത്താനായി AI ക്യാമറകൾ സ്ഥാപിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി പിണറായി സർക്കാർ ആവിഷ്കരിച്ചു. പേര് സേഫ് കേരള. ഈ പദ്ധതിയിൽ അടിമുടി ദുരൂഹതയായിരുന്നു. ഈ അഴിമതിയെക്കുറിച്ചുള്ള വിവരം കിട്ടിയ ചെന്നിത്തല ആദ്യം ചെയ്തത് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് രേഖകൾ ചികഞ്ഞെടുത്ത് ക്രമക്കേടുകൾ പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇത് ട്രാഫിക് ലംഘനങ്ങളുടെ പേരിൽ ജനങ്ങളെ പിഴിയുന്ന പദ്ധതിയാണെന്നും ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും ആരോപിച്ച രമേശ് ചെന്നിത്തല രേഖകളും തെളിവുകളും നിരത്തി താൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇതോടെ വലിയ വിവാദമുയർന്നു. ചെന്നിത്തല വെറുതെയങ്ങ് ഒരു കാര്യം പറയില്ലെന്ന് മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ AI ക്യാമറ ഇടപാടിൻ്റെ പിന്നാലെ കൂടി. ഈ ഇടപാടിൻ്റെ പല നിർണായകമായ തെളിവുകളും പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളായിരുന്നു. ഇതോടെ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഈ വിഷയം ഏറ്റെടുത്തു. കേരളത്തിലെ റോഡുകളിൽ അങ്ങോളം ഇങ്ങോളം അത്യാധുനിക AI ക്യാമറകൾ സ്ഥാപിച്ച് ട്രാഫിക് ലംഘനങ്ങൾ പിടികൂടുകയും കനത്ത പിഴ ഈടാക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ പദ്ധതി. ഇങ്ങനെ കനത്ത പിഴ ഈടാക്കുന്നതുകൊണ്ട് റോഡപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നായിരുന്നു സർക്കാരിൻ്റെ ന്യായീകരണം. അതുകൊണ്ടാണ് പദ്ധതിക്ക് സേഫ് കേരള എന്ന വിളിപ്പേരിട്ടത്. എന്നാൽ ഈ പദ്ധതിയിലും അഴിമതിയുണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിലെ റോഡുകളിൽ AI ക്യാമറകൾ ഉടൻ സ്ഥാപിക്കുമെന്നും ട്രാഫിക് ലംഘനങ്ങൾ നടത്തുന്നവർക്ക് വലിയ പിഴ നൽകേണ്ടി വരുമെന്ന ഭയപ്പെടുത്തുന്ന കണക്കുകളും മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. AI ക്യാമറ സ്ഥാപിക്കുന്നു, പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഈ വിവരങ്ങളൊന്നും തന്നെ സർക്കാർ വെളിപ്പെടുത്തിയില്ല. അതെല്ലാം പരമരഹസ്യമാക്കി വെച്ചു. സ്വാഭാവികമായും ജനങ്ങളെല്ലാം കരുതിയിരുന്നത് സർക്കാരും മോട്ടോർ വാഹന വകുപ്പുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ്. എന്നാൽ അത് തെറ്റാണെന്ന് വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള ഈ പദ്ധതി സർക്കാർ ഏൽപ്പിച്ചിരുന്നത് സ്വകാര്യ ഏജൻസികളെയാണ് എന്ന് ചെന്നിത്തല വെളിപ്പെടുത്തി. പിഴയായി പിടുങ്ങുന്ന കാശ് സർക്കാരിലേക്കല്ല, മറിച്ച് സ്വകാര്യ ഏജൻസിക്കാണ് പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുന്നിൽ നിർത്തിയായിരുന്നു സ്വകാര്യ ഏജൻസികളെ കൊണ്ട് പിഴ പിരിക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായ സിർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു പദ്ധതിയുടെ കരാർ. AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് കരാർ ഒപ്പുവെച്ചത് കെൽട്രോണുമായിട്ടായിരുന്നു. 2020 മെയ് 28-നായിരുന്നു ഇത്. പക്ഷേ കെൽട്രോണിനെ കൂട്ടുപിടിച്ചത് ഒരു മറയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും കെൽട്രോണിനെ മുൻനിർത്തി പല ക്രമക്കേടുകളും നടത്തി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതുപോലൊരു പദ്ധതിക്ക് സർക്കാർ ശ്രമിച്ചിരുന്നു. 180 കോടിയുടെ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് എന്ന പദ്ധതിയായിരുന്നു അത്. അതായത് കേരളത്തിലെ റോഡുകളിൽ നടക്കുന്ന ട്രാഫിക് ലംഘനങ്ങൾ കണ്ടുപിടിക്കാനും അതിന് ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കാനും
സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകുന്ന ഒരു പദ്ധതി. അതായിരുന്നു ഇത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ 90% ചെല്ലുന്നത് സ്വകാര്യ കമ്പനിക്കായിരുന്നു. സർക്കാരിന് കിട്ടുന്നതാകട്ടെ വെറും 10%. എന്നാൽ ഈ പദ്ധതി തുടക്കത്തിൽ തന്നെ ചെന്നിത്തലയുടെ കണ്ണിൽപ്പെട്ടു. മോഷണ ശ്രമം നടത്തുന്ന കള്ളൻ വീട്ടുകാർ വരുന്നത് കാണുമ്പോൾ പതുങ്ങിയിരിക്കുന്നത് പോലെ സംഗതി ചെന്നിത്തലയുടെ കണ്ണിൽപ്പെട്ടെന്നറിഞ്ഞപ്പോൾ പദ്ധതിയിൽ നിന്ന് സർക്കാരും പിന്മാറി. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിനെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചു. അതായിരുന്നു AI ക്യാമറ ഇടപാട്. വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. അതിനായി കെൽട്രോണിനെ കരുവാക്കി ആദ്യം കരാർ കെൽട്രോണിനു നൽകി. കെൽട്രോൺ ബംഗളൂരുവിലെ സിറ്റ് ഇന്ത്യ എന്ന കമ്പനിക്ക് 151.22 കോടി രൂപയ്ക്ക് കരാർ മറിച്ചു നൽകി. 5 വർഷമായിരുന്നു കരാറിൻ്റെ കാലാവധി. BOT വ്യവസ്ഥയിൽ 2020 ജൂണിൽ സിർട്ടിനെ പദ്ധതി നിർമ്മാണത്തിനായി ചുമതലപ്പെടുത്തി. എന്നാൽ പദ്ധതി തുടങ്ങുന്നതിനു പകരം സിർട്ട് കേരളത്തിലെ മറ്റു 2 കമ്പനികൾക്കായി ഉപകരാർ നൽകി. തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോഴിക്കോട് മലാപ്പറമ്പിലെ പ്രസാദിയോ ടെക്നോളജീസ് എന്നീ കമ്പനികൾക്കായിരുന്നു ഉപകരാർ. ഈ 3 കമ്പനികളും ചേർന്ന കൺസോർഷ്യമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് കരാറിൽ പറഞ്ഞിരുന്നത്. 2023 ഏപ്രിൽ 23 അന്ന് രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തി. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പത്രസമ്മേളനമായിരുന്നു അത്. ഈ പത്രസമ്മേളനത്തിൽ പദ്ധതിക്ക് പിന്നിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന ചെന്നിത്തല പദ്ധതി നടപ്പാക്കാൻ കരാർ നൽകിയ ഈ കമ്പനികൾക്ക് മുൻ പരിചയമുണ്ടോ, ഇവരെ തിരഞ്ഞെടുത്തത് എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യങ്ങളും ഉയർത്തി. ഇക്കാര്യങ്ങളൊക്കെ സർക്കാർ വെളിപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പദ്ധതി തുകയായ 151.22 കോടി രൂപയും സർവീസ് ചാർജും കെൽട്രോൺ 20 തുല്യ ഗഡുക്കളായി 4 മാസം കൂടുമ്പോൾ സിർട്ടിന് നൽകണമെന്നായിരുന്നു കരാർ. അങ്ങനെ നോക്കുമ്പോൾ 4 മാസത്തിലൊരിക്കൽ 7,56,00,000 രൂപ ഈ കമ്പനികൾക്ക് നൽകണം. അതായത് ട്രാഫിക് ലംഘനങ്ങൾ നടത്തിയെന്ന പേരിൽ കേരളത്തിലെ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പിഴത്തുക എത്തുന്നത് സ്വകാര്യ ഏജൻസികളുടെ കീശയിലേക്കാണെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഈ കരാറുമായി ബന്ധപ്പെട്ടതെല്ലാം പരമരഹസ്യമാക്കി വെച്ചിരിക്കുന്നത് സംശയത്തിനിടയാക്കി. ചട്ടമനുസരിച്ച് അതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമാകേണ്ടതാണ്. എന്നാൽ അതുണ്ടായില്ല. 151.22 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത് എന്ന് ആദ്യം പറഞ്ഞ സർക്കാർ പിന്നീടത് മാറ്റി 232 കോടി രൂപ ചെലവായെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കെൽട്രോണുമായി ഉണ്ടാക്കിയ കരാർ അല്ലാതെ മറ്റേതെങ്കിലും കരാറുണ്ടോ? പദ്ധതി അനുസരിച്ച് ക്യാമറകൾ വാങ്ങുന്നതിന് ടെൻഡർ വിളിച്ചോ? ഒരു ക്യാമറയുടെ വില 33 ലക്ഷം രൂപയാണെന്ന് പറയുന്നത് ശരിയാണോ? ഇവയുടെ യഥാർത്ഥ വില എത്രയാണ്? എന്നിങ്ങനെ അക്കമിട്ടു നിരത്തി ചെന്നിത്തല സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ പതിവ് പോലെ സർക്കാരിനും മറുപടി ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരോട് ഒരു ദയവും കാട്ടാതെ നടത്തിയ പദ്ധതിയായിരുന്നു ഇത്. പാവപ്പെട്ടവർക്ക് കാർ വാങ്ങാൻ കഴിയില്ല, അതിനുള്ള സാമ്പത്തികം അവർക്കില്ല. അപ്പോൾ പാവപ്പെട്ടവനും ഇടത്തരക്കാരനും കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും. അതും നിയമലംഘനമായി കണക്കാക്കി പിഴയീടാക്കും. പച്ചയായി പറഞ്ഞാൽ ചെറിയ കൈപ്പിഴ പറ്റുന്നവരെ പോലും പിഴയുടെ പേരിൽ പിഴിയും. ജനങ്ങളെ ഇത്തരത്തിൽ കൊള്ളയടിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇതൊന്നും ബാധകമേ ആയിരുന്നില്ല. മന്ത്രിമാർക്കും ഉന്നതന്മാർക്കും എന്തും ആകാമെന്നാണോ? അവർക്ക് നിയമലംഘനം നടത്താമെന്നാണോ? അവരെന്താ തമ്പുരാക്കന്മാരാണോ? ഇങ്ങനെ ചെന്നിത്തല ശരങ്ങൾ പോലെ തുരുതുരെ ചോദ്യങ്ങൾ ഉയർത്തിവിട്ടു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണങ്ങളെല്ലാം കെൽട്രോൺ നിഷേധിച്ചു. AI ക്യാമറ പദ്ധതി തങ്ങളുടേത് തന്നെയാണെന്നായിരുന്നു കെൽട്രോണിൻ്റെ അവകാശവാദം. ചെന്നിത്തലയുടെ ആരോപണങ്ങൾ കടുക്കുകയും വിവാദങ്ങൾ കൊഴുക്കുകയും ചെയ്തതോടെ കെൽട്രോൺ ഒരു പത്രക്കുറിപ്പിറക്കി. അതിൽ കെൽട്രോൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ക്യാമറ നിർമ്മാണം, ക്യാമറ ഘടിപ്പിക്കൽ, 12 കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കൽ, 5 വർഷത്തേക്കുള്ള പരിപാലനം, ഇവയെല്ലാം കെൽട്രോൺ നേരിട്ടാണ് ചെയ്യുന്നത്. റഡാർ, AI സോഫ്റ്റ്വെയർ തുടങ്ങിയവ രാജ്യത്തിനകത്തും പുറത്തുമുള്ള കമ്പനികളിൽ നിന്ന് ടെൻഡർ പാലിച്ചാണ് വാങ്ങിയത്. ഇങ്ങനെയായിരുന്നു പത്രക്കുറിപ്പിലൂടെ കെൽട്രോൺ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചെന്നിത്തലയുടെ ആരോപണങ്ങളെല്ലാം തന്നെ കണ്ണടച്ച് നിഷേധിച്ച കെൽട്രോൺ കുഴപ്പത്തിൽ ചെന്ന് ചാടുകയായിരുന്നു എന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിച്ചു. പിറ്റേന്നും രമേശ് ചെന്നിത്തലയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തല എത്തിയത് കെൽട്രോണിൻ്റെ കള്ളക്കളികൾ പൊളിക്കുന്ന രേഖകളുമായിട്ടാണ്. കെൽട്രോണിൻ്റെ പ്രവർത്തന ചെലവിനും മറ്റുമായിട്ടാണ് സേഫ് കേരള പദ്ധതിയുടെ തുക 151 കോടിയിൽ നിന്ന് 232 കോടിയായി വർദ്ധിപ്പിച്ചത് എന്ന് കെൽട്രോൺ CMD വിശദീകരിച്ചു. ഈ വാദത്തിനെ എതിർക്കാൻ 2020 ഏപ്രിൽ 27 സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവ് ചെന്നിത്തല പുറത്തുവിട്ടു.
5 വർഷത്തേക്ക് ക്യാമറ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഫെസിലിറ്റി മാനേജ്മെന്റ് ഉൾപ്പെടെ ചേർത്ത് ടെൻഡർ വിളിക്കാനായിരുന്നു സർക്കാർ ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ കമ്പനിയുമായി കരാറുണ്ടാക്കിയപ്പോൾ ഈ നിബന്ധന ഒഴിവാക്കി. 151 കോടി രൂപ ക്വോട്ട് ചെയ്ത കമ്പനിക്ക് ടെൻഡർ നൽകി. പിന്നീട് 5 വർഷത്തെ ഫെസിലിറ്റി മാനേജ്മെന്റിനായി വേറെ തുക വകയിരുത്തി. ആദ്യത്തെ ഉത്തരവിൽ നിന്ന് വിരുദ്ധമായി ഇത് ചെയ്തത് അഴിമതിക്കാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. ഇത് വൻ അഴിമതിയാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. ഇതിലൂടെ 81 കോടി രൂപയാണ് സ്വകാര്യ കമ്പനിക്ക് കിട്ടിയത്. പദ്ധതി തുകയായ 151 കോടി രൂപ 232 കോടി രൂപയാക്കി ഉയർത്തിക്കൊടുത്തത് ആർക്കു വേണ്ടിയാണ്? ഇതായിരുന്നു ചെന്നിത്തലയുടെ അടുത്ത ചോദ്യം. എന്നാൽ പലതരത്തിലുള്ള വിശദീകരണങ്ങളായിരുന്നു കെൽട്രോൺ നൽകിയത്. കെൽട്രോണിൻ്റെ ഈ നിലപാട് സേഫ് കേരള പദ്ധതിയിൽ കള്ളക്കളിയും അഴിമതിയും നടന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പത്രക്കുറിപ്പിൽ കെൽട്രോൺ പറഞ്ഞിരുന്നത് ഇത് തങ്ങളുടെ മാത്രം പദ്ധതിയാണെന്നും ഉപകരാറുകളൊന്നും നൽകിയിട്ടില്ല എന്നുമായിരുന്നു. പക്ഷേ കെൽട്രോൺ CMD പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് സിർട്ട് എന്ന കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ടെന്നും ഈ കമ്പനി മറ്റാർക്കെങ്കിലും ഉപകരാറുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ കെൽട്രോണിന് അതിൽ ഉത്തരവാദിത്വമില്ല എന്നുമായിരുന്നു. ക്യാമറ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കെൽട്രോണാണ് ചെയ്യുന്നത് എന്നായിരുന്നു CMD ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് ആ നിലപാട് മാറ്റിയ CMD ക്യാമറകൾ മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്നാണ് പറഞ്ഞത്. പദ്ധതിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ടെൻഡർ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വാങ്ങിയത് എന്നായിരുന്നു സർക്കാരും കെൽട്രോണും പറഞ്ഞത്. അതോടെ രമേശ് ചെന്നിത്തല മറ്റു 2 ചോദ്യങ്ങൾ ഉയർത്തി. സോഫ്റ്റ്വെയർ വാങ്ങിയതിൻ്റെ ടെൻഡർ രേഖകൾ പുറത്തുവിടാമോ? ക്യാമറ വാങ്ങിയ 74 കോടിക്ക് പുറമെ സോഫ്റ്റ്വെയറിന് വേണ്ടി എത്ര രൂപ മുടക്കി? ഈ 2 ചോദ്യങ്ങൾ ചെന്നിത്തല ഉയർത്തി. സർക്കാരിൻ്റെ മറുപടി വിചിത്രമായിരുന്നു. സർക്കാരിന് 1 രൂപ പോലും ചെലവില്ല എന്നായിരുന്നു മറുപടി. അതായത് കോടിക്കണക്കിന് രൂപ മുടക്കി ഏതോ ഒരു കമ്പനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം AI ക്യാമറകൾ സ്ഥാപിക്കുന്നു എന്ന്. വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത 3ാം കിട അന്തം കമ്മികൾ പോലും സർക്കാരിൻ്റെ ഈ കല്ലുവെച്ച നുണ വിശ്വസിച്ചില്ല. സർക്കാരിന് 1 രൂപ ചെലവില്ലാതെ വാഹനങ്ങളിൽ പോകുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിഴിഞ്ഞ് സ്വകാര്യ കമ്പനിക്ക് കോടികൾ ഉണ്ടാക്കാനും അതിലൂടെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാനുമുള്ള സർക്കാരിൻ്റെ ക്രൂരമായ തന്ത്രമാണ് ഇതെന്ന് ചെന്നിത്തല ആരോപിച്ചു. തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തുവിടുകയും കെൽട്രോണിൻ്റെ പരസ്പര വിരുദ്ധമായ നിലപാടുകളും കൂടിയായപ്പോൾ ഇടപാടിൽ കള്ളത്തരമുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി. ഇതോടെ മാധ്യമങ്ങളും വിഷയം ഏറ്റെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും അവർ പുറത്തു കൊണ്ടുവന്നു. നടപടികളിലെ ക്രമക്കേടുകൾ അവർ ചർച്ചയാക്കി. അതോടെ പദ്ധതി സംബന്ധിച്ച ചില രേഖകൾ പുറത്തുവിടാൻ കെൽട്രോൺ നിർബന്ധിതമായി. പക്ഷേ അക്കൂട്ടത്തിൽ ടെൻഡർ നടപടികളുടെ രേഖകൾ ഇല്ലായിരുന്നു. ആ രേഖകൾ സർക്കാർ പുറത്തുവിട്ടില്ല. ഇതോടെ പ്രധാന രേഖകളെല്ലാം മറച്ചുവെച്ച് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനായി തങ്ങൾക്ക് സുരക്ഷിതമായ ചില രേഖകൾ മാത്രമാണ് കെൽട്രോൺ പുറത്തുവിട്ടത് എന്ന് ചെന്നിത്തല തുറന്നുകാട്ടി. കരാർ നേടിയ കമ്പനിക്ക് സാങ്കേതിക യോഗ്യതയുണ്ടോ എന്ന് തെളിയിക്കുന്ന ടെക്നിക്കൽ ഇവാലുവേഷൻ റിപ്പോർട്ടും ഫിനാൻഷ്യൽ ബിഡും ഇവാലുവേഷൻ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. ഇതൊക്കെയായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ. പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാസ് എൻട്രി നടത്തിയ രമേശ് ചെന്നിത്തല ഈ രേഖകളെല്ലാം പുറത്തുവിട്ടു. സർക്കാരും കെൽട്രോണും പുറത്തുവിടാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ രേഖകൾ പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ രേഖകളെല്ലാം പുറത്തുവിട്ടത്. ഒരു ചട്ടങ്ങളും പാലിക്കാതെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാക്കിയിരുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അശോക ബിൽകോൺ ലിമിറ്റഡ്, ഗുജറാത്ത് ഇൻഫോടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സിർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 4 കമ്പനികളായിരുന്നു രേഖകൾ അനുസരിച്ച് ടെൻഡറിൽ പങ്കെടുത്തിരുന്നത്. ഇക്കൂട്ടത്തിൽ ഗുജറാത്ത് ഇൻഫോടെക് ഒഴികെയുള്ള മറ്റു 3 കമ്പനികൾക്കും ടെക്നിക്കൽ ഇവാലുവേഷനിൽ യോഗ്യത നൽകി. പക്ഷേ അതെങ്ങനെയാണെന്ന് റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. ടെക്നിക്കൽ ഇവാലുവേഷൻ നൽകിയ കമ്പനികൾക്ക് മുൻപരിചയമുണ്ടോ? അവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? എന്ത് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇവർക്ക് യോഗ്യത നൽകിയത്? ഇതൊന്നും ആ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് ഇൻഫോടെക് എങ്ങനെ അയോഗ്യമായി എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല. പദ്ധതിയുടെ ടെൻഡർ നേടിയ സിർട്ടിന് AI ക്യാമറ സ്ഥാപിച്ചുള്ള മുൻപരിചയമില്ലെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറകൾ സ്ഥാപിക്കാനായി അവർ മറ്റു ചില കമ്പനികളെ സമീപിച്ചു. ഈ വിവരങ്ങളെല്ലാം ചെന്നിത്തല പുറത്തുവിട്ടു. അതിനുശേഷം ചെന്നിത്തല ഉയർത്തിയ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ച മുൻ പരിചയമില്ലാത്ത ഒരു കമ്പനിക്ക് എങ്ങനെ ടെക്നിക്കൽ ഇവാലുവേഷനിൽ യോഗ്യത നൽകി? ഇതായിരുന്നു ആ സുപ്രധാന ചോദ്യം. ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം എന്നാണ് ചട്ടം. എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത അക്ഷര എന്റർപ്രൈസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് 2017-ലായിരുന്നു.
അതായത് ഈ ഇടപാട് നടക്കുമ്പോൾ ആ കമ്പനി രൂപീകരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വൻ അഴിമതിയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതിയെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്ക് ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്ന വിവരവും ചെന്നിത്തല പുറത്തുവിട്ടു. ഇത് ചട്ടവിരുദ്ധമാണ്. സിർട്ടും അശോക ബിൽക്കോണും അക്ഷര എന്റർപ്രൈസസും മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. കൂട്ടത്തിൽ സിർട്ടും അശോകയും മുമ്പ് കെ-ഫോൺ പദ്ധതിയിൽ ബിസിനസ് പങ്കാളികളായിരുന്നു. കെ-ഫോൺ പദ്ധതിയിൽ സിർട്ട് ഉപകരാർ കൊടുത്തത് അശോകയ്ക്കാണ്. ഇങ്ങനെ ബിസിനസ് പങ്കാളിത്തമുള്ളവർ ടെൻഡറിൽ ഒത്തുകളിക്കുന്നത് ബിഡ് റിഗിങ്ങും കോമ്പറ്റീഷൻ നിയമപ്രകാരം കുറ്റകരവുമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് നടപടിയെടുക്കാമെന്നും ശിക്ഷ വിധിക്കാമെന്നും ചൂണ്ടിക്കാട്ടിയ രമേശ് ചെന്നിത്തല ഈ കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഈ കരാർ അസാധുവാണെന്ന് വാദിച്ചു. ഇതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തുവന്നു. ഉപകരാർ നേടിയ കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ബന്ധുവിൻ്റേതാണ് എന്നുള്ള വിവരമാണ് പുറത്തുവന്നത്. ഈ കൊള്ളലാഭത്തിന്റെ വലിയൊരു വിഹിതം ആ കമ്പനിക്ക് കിട്ടുന്ന തരത്തിലായിരുന്നു കരാർ ഉണ്ടാക്കിയിരുന്നത്. മാധ്യമങ്ങളും പ്രതിപക്ഷവും പൊതുസമൂഹവും ഇത് വലിയ ചർച്ചയാക്കിയപ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. പതിവ് പോലെ ഈ കൈകൾ ശുദ്ധമാണ്, ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്, ഇതൊന്നും എന്നെ ഏശില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായി കൈ കഴുകി. എപ്പോഴും പാർട്ടിയുടെയും പിണറായി വിജയന്റെയും അടിമയായിരുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് AK ബാലൻ. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്നായിരുന്നു ബാലന്റെ പ്രതികരണം. എന്നാൽ കള്ളത്തരം പിടിക്കപ്പെട്ടതുകൊണ്ടും മറുപടി പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടുമാണ് മുഖ്യമന്ത്രി വാ തുറക്കാത്തത് എന്നായിരുന്നു ചെന്നിത്തലയുടെ പരിഹാസം. ഇതിനിടയിൽ പദ്ധതിയുടെ ഉപകരാർ ലഭിച്ചിരുന്ന ലൈറ്റ് മാസ്റ്റർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് ഇങ്ങനെയായിരുന്നു: പദ്ധതിക്ക് ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ 50 കോടി രൂപയും അതിൻ്റെ ഇൻസ്റ്റലേഷന് 18 കോടി രൂപയും മാത്രം മതിയാകും എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതായത് പദ്ധതിയുടെ മൊത്തം ചെലവ് 68 കോടി രൂപ. ഈ 68 കോടി രൂപയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു പദ്ധതിയാണ് അഴിമതിക്കു വേണ്ടി 232 കോടിയിൽ പിണറായി സർക്കാർ എത്തിച്ചത്. ഒരുപക്ഷെ ഇതൊക്കെ കേട്ടാൽ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ പോലും നാണിച്ച് ആ പണി മതിയാക്കും. വിവാദം കത്തി നിൽക്കുമ്പോഴും ഈ പദ്ധതിക്ക് സർക്കാർ സമഗ്ര അംഗീകാരം നൽകി. മന്ത്രിസഭയുടെ മുമ്പിൽ വന്ന ഫയൽ 2 തവണ മന്ത്രിസഭ മടക്കി അയച്ചുവെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി. കരാറിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി CPI മന്ത്രിമാർ എതിർത്തതുകൊണ്ടായിരുന്നു ഫയൽ മടക്കിയത് എന്നായിരുന്നു മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ചട്ടം മറികടന്നാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിനും അതൃപ്തി ഉണ്ടായിരുന്നു. പദ്ധതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു എന്നുള്ള വിവരവും പുറത്തുവന്നു. കരാറിലും തിരിച്ചടവ് രീതിയിലും ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിച്ചു. AI ക്യാമറ വഴി നിയമലംഘനം നടത്തി പിരിച്ചെടുക്കുന്ന തുക കുറവാണെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള പണം ആരു നൽകുമെന്ന് ചീഫ് സെക്രട്ടറിയും ചോദിച്ചു. ഇതിനൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരങ്ങൾ ഉണ്ടായില്ല. ധനവകുപ്പും പദ്ധതിയിൽ സംശയം പ്രകടിപ്പിച്ചു. ഇതിനെല്ലാം സർക്കാർ ന്യായീകരണം കണ്ടെത്തിയത് ഗതാഗത സെക്രട്ടറിയുടെ ഒരു കുറിപ്പിലായിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കോടികൾ മുടക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കി പദ്ധതിക്ക് പ്രവർത്തനാനുമതി നൽകണം. ഇതായിരുന്നു ഗതാഗത സെക്രട്ടറിയുടെ കുറിപ്പ്. പിന്നീട് ഈ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായി മന്ത്രിസഭാ യോഗത്തിൻ്റെ തുടർ നടപടികൾ, അതായത് ക്രമക്കേടുകളും വീഴ്ചകളുമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇതായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരൻ അറിയാതെ ഒരു ചോദ്യം ചോദിച്ചു പോകും: ഇവൻ്റെയൊക്കെ കാരണവന്മാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പണം കൊണ്ടാണോ ഇങ്ങനെ തൂർത്തടിക്കുന്നത് എന്ന്. പക്ഷേ ഒരു ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ പിണറായി വിജയൻ എന്ന ഏറ്റവും കഴിവുകെട്ട, ഏറ്റവും ധാർഷ്ട്യക്കാരനായ, അഹങ്കാരവും താൻ പ്രമാണിത്തവും മാത്രം കയ്യിലുള്ള ഒരാൾ ഭരിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കുമൊന്നും പ്രസക്തിയില്ലെന്ന് അതിനകം തന്നെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകണ്ട എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനമെങ്കിലും ഈ കരാറിലെ ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന് മന്ത്രിമാർ നിലപാടെടുത്തു. CPIയുടെ മന്ത്രിമാരും ധനമന്ത്രിയുമൊക്കെ ഇതേ നിലപാടിലായിരുന്നു. പിണറായി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളെയും പോലെ തുടക്കം മുതൽ തന്നെ ദുരൂഹത നിറഞ്ഞതായിരുന്നു ഈ ക്യാമറ ഇടപാടും. സർക്കാർ വകുപ്പിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ പാലിക്കപ്പെട്ടില്ല. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ 50% അക്രഡിറ്റഡ് ഏജൻസിയുടേതായിരിക്കണമെന്നും 50%-ലേറെ മൂന്നാമതൊരു കക്ഷിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അക്രഡിറ്റഡ് ഏജൻസിക്ക് കരാർ നൽകരുത് എന്നുമുള്ള ധനവകുപ്പിൻ്റെ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് 5% പങ്കുപോലുമില്ലാത്ത കെൽട്രോൺ ഈ പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പക്ഷേ ചെന്നിത്തല വിട്ടില്ല.
രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹർജികളുമായി ഹൈക്കോടതിയിലെത്തി. ടെൻഡർ നടപടികളിൽ ക്രമക്കേടുണ്ടായെന്നും സ്വന്തക്കാർക്ക് കരാർ നൽകിയെന്നുമുള്ള ആരോപണങ്ങളായിരുന്നു ആ ഹർജിയിൽ പറഞ്ഞിരുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ പറഞ്ഞു. ഇത് സർക്കാരിന് ഒരു തിരിച്ചടിയായി. ഹർജിക്കാരായ രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും കോടതി പ്രശംസിച്ചു. രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നതായി കോടതി പറഞ്ഞു. പൊതുപ്രവർത്തകർ നടത്തുന്ന ഇത്തരം ഇടപെടലുകളെ കോടതി അഭിനന്ദിച്ചു. വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർക്ക് കോടതി അനുമതി നൽകി. എന്നാൽ കരാർ കോടതി റദ്ദാക്കിയില്ല. പക്ഷേ കേസിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ കരാറുകാർക്ക് പണം നൽകരുത് എന്ന് കോടതി ഉത്തരവിട്ടു. പദ്ധതി റദ്ദാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിണറായി സർക്കാരിൻ്റെ ഒരു പെരുംകൊള്ള പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. പ്രതിപക്ഷത്തിനും അത് നേട്ടമായി. ഇതിനുശേഷം ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ കഥയാണ് ഈ കരാറിലെ രേഖകൾ പറയുന്നത്. സർക്കാർ തലത്തിൽ നടക്കുന്ന സംഘടിതമായ കൊള്ളയാണിത്. കഷ്ടിച്ച് 100 കോടിയിൽ താഴെ ചെലവിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് 232 കോടിയിൽ എത്തിച്ചത്. 132 കോടി രൂപ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് തട്ടിക്കൂട്ട് കമ്പനികൾക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണിത്. പദ്ധതിക്ക് സമഗ്ര അംഗീകാരം നൽകിയ മന്ത്രിസഭയ്ക്കുള്ള നോട്ടിൽ തന്നെ പറയുന്നത് ഇതിനകം പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതുകൊണ്ടും ഗതാഗത കമ്മീഷണർ നൽകിയ വർക്ക് ഓർഡർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുമാണ് അംഗീകാരം നൽകുന്നത് എന്നാണ്. എന്നുവെച്ചാൽ പലതും ക്രമവിരുദ്ധമാണെന്ന് മന്ത്രിസഭ തന്നെ സമ്മതിക്കുന്നു. ചട്ടവിരുദ്ധമാണെന്ന് കണ്ടാൽ അത് റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അംഗീകാരം നൽകുകയല്ല ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമ. ഈ പദ്ധതി റദ്ദാക്കി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഇതേക്കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒന്ന് ഓർത്തു നോക്കൂ, വെറും 68 കോടിയിൽ തീരേണ്ട ഒരു പദ്ധതി 232 കോടിയിലേക്ക് എത്തിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടാകും? ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയുള്ള ആർത്തിയായിരുന്നു പിണറായി വിജയനും കൂട്ടുമന്ത്രിമാർക്കും. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ച കേരളത്തിൽ ഇതുപോലൊരു സർക്കാർ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ ഭരണം ആവർത്തിച്ചാൽ കേരളം വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ജനങ്ങളെ അടക്കം ഇവർ തലയെണ്ണി വിൽക്കും. കേരളത്തിലെ ഓരോ പിടി മണ്ണും ഇവർ തൂക്കി വിൽക്കും. ഒരു സർക്കാർ എന്ന് പോലും പിണറായി വിജയനും ശിവൻകുട്ടിയും വാസവനും രാജേഷും വീണ ജോർജും ശശീന്ദ്രനുമൊക്കെ അടങ്ങുന്ന ഈ സംഘത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത്രയ്ക്കാണ് അഴിമതി. ചോര മരവിപ്പിക്കുന്ന മനസ്സാക്ഷിയില്ലാത്ത അഴിമതി. ചോര നീരാക്കി രാപ്പകൽ പണിയെടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് ആഡംബരത്തിൽ ആറാടി ജീവിക്കുകയും വിദേശ സർക്കിട്ട് അടിക്കുകയും ചെയ്യുകയാണ് പിണറായി വിജയനും സംഘവും. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നടന്നതിൻ്റെ, അതായത് സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്നതിൻ്റെ 25% അഴിമതികൾ പോലും നടത്താൻ പിണറായി സർക്കാരിന് കഴിയുമായിരുന്നില്ല. രമേശ് ചെന്നിത്തല അതിന് അനുവദിക്കുമായിരുന്നില്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ.